കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അനിൽ അംബാനിയുടെ 30,000 കോടിയുടെ വസ്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ദില്ലി, മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയിടങ്ങളിലെ സ്വത്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? അനിൽ അംബാനിയുടെ കമ്പനിയായിട്ടുള്ള റിലയൻസ് ഹോം ഫൈനാൻസ് ലിമിറ്റഡ്, റിലയൻസ് കൊമേഴ്ഷ്യൽ ഫൈനാൻസ് ലിമിറ്റഡ് എന്നിവ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്ന് ആരോപിച്ചാണ് കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിൽ വ്യവസായിയായിട്ടുള്ള അനിൽ അംബാനിയുടെ പേരിൽ 30,000 കോടി രൂപയുടെ 40-ലധികം സ്വത്തുവകകൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുള്ളത്. ഒക്ടോബർ 31-നാണ് ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് എന്നുള്ളതാണ് ഇഡി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മുംബൈയിലെ പാലിയിലുള്ള അദ്ദേഹത്തിന്റെ വസതി, അതോടൊപ്പം ന്യൂഡൽഹിയിലെ റിലയൻസ് സെന്റർ, അതോടൊപ്പം ഗാസിയാബാദ്, മുംബൈ, പൂനെ, താനെ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലകളിലുള്ള കെട്ടിടങ്ങളും അതോടൊപ്പം വാണിജ്യ ഭൂമി ഉൽപ്പന്നങ്ങളടക്കമുള്ള വസ്തുവകകളാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യെസ് ബാങ്ക് 2017 മുതൽ 2019 വരെ 2,965 കോടി രൂപയും 2,045 കോടി രൂപയും ഈ റിലയൻസ് ശേഷം അത് നിശ്ചയമായി എന്നുള്ള കാര്യമാണ് ഈ കമ്പനി യെസ് ബാങ്കിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെ തുടർന്ന് നടന്നിട്ടുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പണം വെളുപ്പിക്കലുമായി കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട 40 ഇടങ്ങൾ ഈ വസ്തുവകകളൊക്കെ തന്നെയും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻപ് ഈ ഇടപാടുകൾ വഴി യെസ് ബാങ്കിനടക്കം 2,796 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണ്ടെത്തലുണ്ടായിരുന്നു അബ്ദുൾ റഷീദ്. ഇപ്പോൾ ഈ സ്വത്ത് പിടിച്ചെടുക്കുന്ന അനിൽ അംബാനിയുടെ സ്വത്ത് പിടിച്ചെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അടക്കം കടക്കുമ്പോൾ സ്വാഭാവികമായും കുരുക്കുമുറുകുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണല്ലേ? തീർച്ചയായും നേരത്തെ തന്നെ ഇത്തരത്തിൽ നിരവധി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അനിൽ അംബാനിക്കെതിരെയും അതോടൊപ്പം റിലയൻസ് കമ്പനിക്കെതിരെയും കേസ് നിലനിൽക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് യെസ് ബാങ്കിന്റെയും ഇത്തരത്തിലുള്ള പണം തട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതോടൊപ്പം പരാതികളും വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ടുള്ള നടപടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഒരേ സമയത്ത് തന്നെ 40 ഇടങ്ങളിൽ റെയ്ഡുകൾ നടത്തുകയും ഇത്തരത്തിൽ വസ്തുവകകളൊക്കെ തന്നെയും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇഡിയുടെ പുതിയ റിപ്പോർട്ടിന് മേലായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാവുക. അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഏറെ നിർണായകമായി നിലനിൽക്കുകയാണ്. എന്തായാലും അനിൽ അംബാനിയുടെ ഇത്തരം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ അദ്ദേഹത്തിനെതിരെ കുരുക്ക് മുറുകുക തന്നെയാണ്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.